നമ്മുടെ പെങ്കി നമസ്കാരം. ആണ്ടടക്കമുള്ള കുർബിയോനുകൾ, വലിയ നോമ്പിലെ നമസ്കാരം, പീഠാനുപകാരത്തിലെ നമസ്കാരം, ഗീതം, പട്ടൻകുടയുടെ എല്ലാ ശുശ്രൂഷകളും, പള്ളി കൂദാശ, കൂത്തോമോ, മതോപദേശസാരം, പരിശുദ്ധ സന്തദോസുകൾ, മരണാനന്തര അവസ്ഥ, ഇതൊക്കെയും തിരുവേരുടെ വേനായിൽ നിന്ന് മുതിർന്നു വന്നിട്ടുള്ളവയാണ്. ഒരു ബുദ്ധനായ മനുഷ്യൻ എങ്ങനെ ഇത്രയധികം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എഴുതുവാൻ കഴിയുമെന്നുള്ളത് വളരെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഒരു വസ്തുതയാണ്. ഒരു മടിയുമില്ലാതെ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇതങ്ങ് ആരംഭിക്കുക. കുറേ നേരം ഇരുന്ന് എഴുതി കഴിയുമ്പോൾ നടുമ്പുറമൊക്കെ വേദനിക്കും. തിരുവേലി എഴുന്നേറ്റിട്ട് ഒരു ചെറിയ സ്റ്റാൻഡിങ്ങിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നുകൊണ്ട് എഴുതും. ഓർക്കണം, ഇത് സഭയുടെ അമൂല്യ സ്വത്താണ്. ഇത് തലമുറകൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. തലമുറകൾ ഇത് ആരാധനയിൽ ഉപയോഗിക്കണം എന്നുള്ള നിലയിലൊക്കെയുമാണ് തിരുവേലി ചിന്തിച്ചത്. അതിനായിട്ട് കഷ്ടപ്പെടുകയും പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തത്.